Standard unit. In the previous class, we studied that there should be a standard unit of measurement in everything. Otherwise, what will happen if there is no proper measurement? Means if there is no standard of measurement, what will happen? ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരുടെയും അളവുകൾ വ്യത്യസ്തമായിരിക്കും അല്ലെ? ഒരു ഏകദേശം വെച്ച് നോക്കുമ്പോൾ അളവുകൾ വ്യത്യസ്തമായിരിക്കും. സോ ഇതാരാണ് ഈ യൂസഫ് പി എസ് എന്ന് പറഞ്ഞ കയറിയ ആള്? അഫ്രോസ് ആയിരിക്കും അല്ലെ? അഫ്രോസ് യൂസഫ് എന്നുള്ള പേരിൽ കയറിയ അഫ്രോസ് യൂസഫ് ആയിരിക്കണം അല്ലെ? ഓക്കെ. Till a few years ago, different countries had their own units of measurement. ഇയേഴ്സ് ബാക്ക് വരെ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് അല്ലേ? ഓക്കെ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ എന്ന് പറഞ്ഞാല് ഒരു 1950 വരെ അല്ലെങ്കിൽ 60 വരെ, 60ലാണ് കോമൺ ആയിട്ട് ഒരു മെഷർമെന്റ് എടുക്കാൻ തുടങ്ങിയത്. സോ അതുവരെ എന്തായിരുന്നു, ഓരോ കൺട്രീസും അവർക്ക് ഇഷ്ടമുള്ള ഒരു യൂണിറ്റ് അളവ് അങ്ങനെ എടുക്കുമായിരുന്നു. അപ്പൊ ഇത്രയും ഒരു ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 10 centimeter they used to calculate this much. അങ്ങനെ ഓരോ കൺട്രിയും ചെയ്തു. So what was the consequence of that? There was no uniformity in their measurements, maybe in weight or in timings or that is length or distance. ഇതിലെല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഓരോരുത്തരുടെ അളവെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. In this way, it was confusing. In the year 1960, the General Conference of Weights and Measures recommended that a common system should be used all over the world. This system was called the SI system. SI system means the abbreviation of the SI system is System International Units. System International Units. ഇത് നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർന്നതാണ് അല്ലേ? It was the in this system, the standard unit of length, mass and time are length എന്ന് പറഞ്ഞാൽ നീളം. നീളത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? മീറ്റർ. Meter is the standard unit and it is written as m. Meter means m. M is the short form. 10 m. 10 m means 10 meters. 20 m means 20 meters. Like that way. Okay. Then further it is divided into centimeters, then kilometers, then millimeters, like that way. It is smaller ആയിട്ടും വലുതായിട്ടും ഒക്കെ നമ്മൾ അതിനെ ഓരോന്നിനും, പക്ഷെ നമ്മൾ ഒരു ആവറേജ് എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഈസ് മീറ്റർ. Then second one is kilogram. 1 kilo, 2 kilo, 3 kilos, like that way. So it is used to weight. മാസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, വെയിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഈസ് കിലോഗ്രാം. ആൻഡ് ഫർദർ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു സ്മോൾ വൺസ്, ഗ്രാംസ്. ഗ്രാം ആയിട്ടും മില്ലിഗ്രാം ആയിട്ടും ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തു, ചെറിയ യൂണിറ്റ് ആയിട്ട്. ഇനി ബിഗർ യൂണിറ്റ്സ് ആണെങ്കിൽ ഇപ്പം 100 kilogram is equal to 1 quintal. ഒരു ക്വിന്റൽ. പിന്നെ നമ്മള് ക്വിന്റലിന് 10 ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്, ഇത്ര 10 ആയിട്ട്, അങ്ങനെ 10 ടൺ 20 ടൺ അങ്ങനെ ആ രീതിയിൽ. ഓക്കെ. ചെറുതായിട്ടും അതിനെ, അതായത് മീഡിയം എന്ന് പറയുന്നത് മീറ്റർ, കിലോഗ്രാം. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ്. ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സെക്കൻഡ്. ഓക്കെ. കിലോഗ്രാമിന്റെ ഷോർട്ടിൽ നമ്മൾ എന്താണ് എഴുതുന്നത്? kg. 1 kg, 2 kg, like that. In maths you have studied, isn't it? Mathsil ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? 5 kg അങ്ങനെ. ഓക്കെ. ഇൻ സെക്കൻഡ് മീൻസ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ടൈം അതിനെ നമ്മൾ അഗെയിൻ നമ്മൾ ഫർദർ ഡിവൈഡഡ് ഇൻടു അവേഴ്സ്, മിനിറ്റ്സ് ആൻഡ് അവേഴ്സ്. ഓക്കെ. ദാറ്റ് S is written like that way. ഇനി the SI system is used uniformly all over the world for all scientific works. However, in everyday measurements, the other systems are still in use, such as the EPS system. അതായത് നമ്മൾ അറിയാം, നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിൽ എല്ലായിടത്തും ഇതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ്സ്, മിനിറ്റ്സ്, അവേഴ്സ്, then kilogram, milligram, like that way. Quintal, like that way. പക്ഷെ അതെല്ലായിടത്തും കറക്റ്റ് ആയിരിക്കും. പക്ഷെ
സ്റ്റിൽ ചില ഭാഗങ്ങളിൽ ചില ഇടങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് അല്ലാത്ത പഴയ രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. EPS സിസ്റ്റം. EPS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫൂട്ട് 5 അടി 7 അടി 10 അടി എന്നൊക്കെ പറഞ്ഞാൽ. നിങ്ങളുടെ വീട്ടിൽ കാർപ്പൻറ്റേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ കാർപ്പൻറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരാണെങ്കിൽ എന്തോ ഇപ്പൊ വീട്ടില് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ കാർപ്പൻറ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് 4 മീറ്റർ നീളം 8 മീറ്റർ വീതി അങ്ങനെയല്ല അവരുടെ അളവ്. അവരൊരു മുഴം അങ്ങനെയാ പറയുന്നത്. 5 കോല് നീളം അങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിൽ കിണർ കുഴിക്കാറുണ്ടോ? കിണറിന് അവര് 10 മീറ്റർ താഴണം അങ്ങനെയല്ല പറയുന്നത് അവര്. ഇൻസ്റ്റഡ് അവര് 10 കോല് താഴണം അങ്ങനെ ഒരളവാണ് അത്. പിന്നെ അതിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും. ഇപ്പൊ 10 കോലെന്ന് പറഞ്ഞ അളക്കുന്നത് കറക്റ്റ് അവരുടെ ഒരു അളവ് എല്ലാ കിണറിന്റെ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. 1 കോല് 2 കോല് നമ്മളൊരു പടമൊക്കെ ആക്കി, നിങ്ങളുടെ വീട് കിണറിലോണ്ട് നിങ്ങൾക്ക് അറിയാമല്ലേ, 1 കോല് 2 കോല് അങ്ങനെ ആക്കുന്നത്. ഓക്കെ. ഫുട്ട് പൗണ്ട് സെക്കൻഡ്. The EGS system is a centimeter gram second. Sorry, EGS അല്ല, CGS. Centimeter gram second. And the MKS system is meter kilogram second, which uses the same standard units for length, mass and time as SI system. Okay. എന്ന് പറഞ്ഞാല് ഫൂട്ട് പൗണ്ട് സെക്കൻഡ് അത് നമ്മുടെ ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ലാത്തൊരു സിസ്റ്റമാണ് ഫൂട്ട്. പിന്നെ പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റാത്തൽ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ എന്താ പറയണ്ടത്, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 5th എങ്ങാണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ മലയാളം പുസ്തകത്തിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു പിന്നെ പണ്ടൊക്കെ 1 കിലോ 2 കിലോ അല്ലെങ്കിൽ 500 ഗ്രാം അങ്ങനെയല്ല, അവരൊരു പൗണ്ട് അങ്ങനെ ഒരു അളവിലായിരുന്നു വെച്ചോണ്ടിരുന്നത്. ഒരു മനുഷ്യന്റെ എന്താ പറയേണ്ടത്, ഷെയ്ലോക്കിന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. പൈസ കടം വാങ്ങിയിട്ട്, ഞാൻ സ്റ്റോറി ബുക്കിൽ വായിച്ചാന്ന് തോന്നുന്നു, ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ബുക്കില്. ഷെയ്ലോക്ക് എന്ന് പറഞ്ഞ അയാള് പിന്നെ വേറൊരാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി, പക്ഷെ കറക്റ്റ് ടൈമിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ എഗ്രിമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇവര് തമ്മിൽ എന്തോ ശത്രുത ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എഗ്രിമെന്റ് എന്താന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്ര പൗണ്ട് ഫ്ലഷ് അയാളുടെ ബോഡിയിൽ നിന്നും മുറിച്ചെടുക്കും എന്നുള്ള ആ ഒരു കണ്ടീഷനിലായിരുന്നു. അന്നത്തെ റൂൾസും ഇതായിരുന്നു. അതായത് ആ സമയത്ത് ആ മനുഷ്യന് കറക്റ്റ് ടൈമിൽ പണം കൊടുക്കാൻ സാധിച്ചില്ല, തിരിച്ചു ഏൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ മറ്റേ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്റെ സമയത്ത് പൈസ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കറക്റ്റ് ഈ 10 പൗണ്ട് ഇറച്ചി മുറിച്ചെടുത്തോ, ഞാൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ജഡ്ജി പറയാണ്, ശരി, ബട്ട് ഷുഡ് നോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഇറച്ചി മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കുവോ? ഇല്ല അല്ലെ, നമ്മൾ മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ജഡ്ജിക്ക് ലാസ്റ്റ് ഇവരുടെ എഗ്രിമെന്റ് അങ്ങനെയാണല്ലോ, എഗ്രിമെന്റ് എഴുതുന്നുണ്ട്, ജഡ്ജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലാസ്റ്റ് പക്ഷെ വൈസ് ജഡ്ജ് എന്താ പറയുന്നത് അറിയുമോ? ഓക്കെ, യു ഡു ലൈക്ക് ദാറ്റ് വേ, പക്ഷെ നീ ഫ്ലഷ് മുറിച്ചെടുക്കാന്ന്, അതായത് ഇറച്ചി മുറിച്ചെടുക്കാന്നേ പറഞ്ഞുള്ളൂ, മാംസം. പക്ഷെ 1 drop of blood should not fallen, ഒരു തുള്ളി രക്തം പോലും വീഴാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനുഷ്യന് മനസ്സിലായത് പണി കിട്ടിയത്. കാരണം എന്തായാലും മുറിക്കുന്ന സമയത്ത് നമ്മുടെ ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടാൽ പോലും നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് വരും അല്ലേ. അപ്പൊ ഈ ഇറച്ചി മുറിച്ചെടുക്കുമ്പോൾ എന്തായാലും ബ്ലഡ് വരില്ലേ. അങ്ങനെ ട്രാപ്പ് ചെയ്ത സ്റ്റോറി വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു അളവല്ല, പൗണ്ട് സെക്കൻഡ്. നെക്സ്റ്റ് EGS സിസ്റ്റം മീൻസ് സെന്റിമീറ്റർ gram second. Centimeter gram second. Next MKSM is meter kilogram and second. Okay. Next multiple and sub multiple units. So we studied standard unit is meter, kilogram and second. Meter and kilogram second ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 10 സെക്കൻഡ് 100 സെക്കൻഡ് ആ രീതിയിലുള്ളതാണ്. അല്ലെങ്കിൽ 5 കിലോ 10 കിലോ ആ രീതിയിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞത്. ഇനി if our measurement is not that much of standard unit, we have to reduce it. 1 മീറ്റർ 2 മീറ്റർ അങ്ങനെ പറയുന്നു. അത് 1 മീറ്ററിന് ഇല്ല നമ്മളുടെ. ഇപ്പൊ ഞാൻ സപ്പോസ് എന്താ പറയേണ്ടത്, ഈ ടെക്സ്റ്റ് ബുക്ക്, ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെന്റിമീറ്റർ വെച്ച് സ്കെയിൽ വെച്ച് അളന്നു നോക്കും അല്ലെ. ഇങ്ങനെ അളന്നു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത് 1 മീറ്റർ
ഒരു മീറ്റർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉള്ളൂ എന്ന് വിചാരിക്കുക. 1 മീറ്റർ 2 മീറ്റർ അങ്ങനെ മീറ്ററിന് മാത്രമേ യൂണിറ്റ് ഉള്ളൂ എങ്കിൽ can you find out the length of this textbook? No, it is not so it is not easy, isn't it? So we will use a further smaller measurement, that is centimeter, isn't it? If you have a scale with you, you can just measure the textbook's length. Do you have a scale with you now? Anybody have a scale with you? Okay, Jiva, please take the measurement of your textbook. What is the length of that? ഇങ്ങനെയാണോ താഴോട്ടോ? Anyway, no problem. $27.5. 27.5. Okay. Length അല്ലേ മോനെ അളന്നേ? നീളമല്ലേ അളന്നേ? ഇങ്ങനെയല്ലേ അളന്നേ? Okay. 27.1. Justice, what about yours? എങ്ങനെ അളക്കണം എനിക്ക് മനസ്സിലായില്ല. See, use your scale and take the length of your textbook. Find out. ഇങ്ങനെയാണോ? Anyway, length എന്ന് പറയുമ്പോ എന്താ താഴോട്ടല്ലേ? മറ്റത് വിട്ടല്ലേ? Length താഴോട്ട്, നീളം താഴോട്ട്. അളന്നില്ല. Do fastly. $18.5. നിങ്ങൾ രണ്ട് ഒരു ടെക്സ്റ്റ് ബുക്കല്ലേ അളന്നത്? ഇങ്ങനെയല്ലോ. അല്ല മോനെ ജീവ എന്തെടുത്തേ? ഇങ്ങനെയല്ലേ അളന്നേ? താഴോട്ടല്ലേ അളന്നേ? അത് ഇങ്ങനെ വീതിയാണ് അളന്നേ? ഇങ്ങനെയാണ് അളന്നേ? താഴോട്ട് അളന്നിട്ട് എത്ര കിട്ടി നിനക്ക്? 27.5. And Justice 18 ഒന്നും ആയിരിക്കില്ല. ജസ്റ്റിസിന്റെ കയ്യിലുള്ള സ്മോൾ സ്കെയിൽ അല്ലേടാ? ലോങ് സ്കെയിലാ? ഒന്നും എന്ത് അളന്ന് നോക്കട്ടെ. ആദ്യമായിട്ട് സ്കെയിൽ വിത്തിയോ? Okay. Find out the length of your textbook. Heaven, do you have scale with you? Is it 27.7? 25.7. Okay. 27.7. 4. 27.7. 7. Okay. ഇവിടെ ജീവിക്ക് 7.5 കിട്ടി. അത് സാരമില്ല. 1 or 2 സെന്റിമീറ്റർ മില്ലിമീറ്ററിന്റെ ഡിഫറൻസ് അല്ലേ? കറക്റ്റ് ആയിരിക്കും. രണ്ടുപേരുടെ ഈക്വൽ കുഴപ്പമില്ല. ജസ്റ്റിസിന് എന്ത് പറ്റി? ജസ്റ്റിസിന്റെ പുസ്തകം കുഞ്ഞു ചെറുതായി പോയാ? ഓക്കെ. അവിടെ ഒരു ആക്യുറസി വന്നില്ല. 3 എന്നാലും കുഴപ്പമില്ല. 27 കിട്ടിയല്ലോ. ശരി. 27.5, 27.6, 27.7. ഇനി ഒരാളെ കൂടെ അളപ്പിച്ചെന്നാൽ ചിലപ്പോൾ 27.8 ആകും. അവിടെ ബാക്കിയുള്ളവന്മാരൊക്കെ വീഡിയോ ഓഫ് ആക്കി വെച്ചേക്കുന്ന. ഓക്കെ, ശരി. അഫ്രോസ് പ്ലീസ്, can you hear me? യെസ്, വീഡിയോ ഓൺ അല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. വീഡിയോ ഓഡിയോ ഓൺ അല്ല, അതുകൊണ്ട്. ഓക്കെ, ശരി. ജോയിൽ ഇപ്പൊ സ്കെയിലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ജോയിലിന്റെ അളവും കൂടെ നോക്കട്ടെ. എനിക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റാത്തല്ലേ. ശരി മോനെ. ഓക്കെ അഫ്രോസ്, കുഴപ്പമില്ല. ജസ്റ്റിസ് എന്താ പറഞ്ഞ? അല്ല, ഈ മേശയില്ലേ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കുന്നത്. നേരെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള മേശ. Okay. Joel, how much you got? What is the length of your textbook? You have scale with you, isn't it? What scale is there in your hand now? Just to do the length, measure the length. Fastly. Okay. ഇനി എത്ര കിട്ടിയേ?
27 into 4. 27.4. 27.4 5 6 7. ഇനിയിപ്പോ ഷാനിഫിനെ ഞാൻ വിളിക്കുന്നില്ല. ഷാനിഫ് ഇടുന്ന ഇനി അത് അടുത്ത ഒരെണ്ണം കിട്ടും. എനിവേ നിങ്ങൾക്ക് 27 സെന്റിമീറ്റേഴ്സ് കിട്ടിയല്ലോ അല്ലെ? ശരി. അപ്പൊ നമ്മൾക്ക് ഇഫ് വി ഹാവ് ഓൺലി ദാറ്റ് വൺ മെഷർമെന്റ് മീറ്റർ മാത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മെഷർമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കിപ്പോ ഇത് കറക്റ്റ് ആയിരിക്കില്ല നിങ്ങൾ എടുക്കുന്ന അളവ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് 27.45 എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടി. എല്ലാവർക്കും 27 പോയിന്റ് ആണ് കിട്ടിയത് അല്ലെ? എനിവേ പക്ഷേ we had only that 1 meter, 2 meters, 3 meters like that meters measurement only. If there is we would have got some will say that it is a 50 half meter, 1/4 meter, like that way. It was not at all an actual length. Anyway, see, by using a meter scale or a measuring tape, you will find that your room will perhaps be about 3 meter in length, while the length of your table would be about 1 meter. That is correct. If I tell you to find out the length of your room in which you are sleeping, if I ask you to find out the length of that room, you may find out the correct. ഇപ്പൊ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് അളക്കാൻ തന്നപ്പോ നിങ്ങൾ ഏകദേശം സമ്മട്ട് എല്ലാവരും സെയിം ആണ്. ചെറിയ 1-2 മില്ലിയുടെ വ്യത്യാസമേ ഉള്ളൂ അല്ലെ? അതിപ്പം ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുസ്തകം വെച്ച് പുസ്തകത്തിന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് പുസ്തകം എല്ലാവരും ഒരേ രീതിയിലല്ല വളർന്നത്. അത് കാരണം ചെറിയൊരു വ്യത്യാസം വന്നത്. എനിവേ അതുപോലെയല്ല നമ്മുടെ റൂമിൽ അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടേപ്പ് തന്നു കഴിഞ്ഞാൽ യു ക്യാൻ മെഷർ correctly, isn't it? But measuring the length of room or the length of table is meter convenient. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ടേബിള്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെച്ചിരിക്കുന്ന ടേബിളിന്റെ നമ്മൾ സ്കെയിൽ വെച്ച് അളക്കണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടാണ്. അതിന് ഭേദം ഒരു മീറ്റർ തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺവീനിയന്റ്, ഈസി ആയിട്ട് വേഗം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി the distance between Kolkata and Mumbai is about 2 lakhs meter. Sorry, 20 lakhs. 10 lakh. Okay. 20 lakhs meter. The distance from Mumbai to Kolkata. എന്ന് നമ്മൾ പറഞ്ഞാൽ മുംബൈയിൽ നിന്നും കൽക്കട്ടയിലേക്കുള്ള ഡിസ്റ്റൻസ് 20 lakhs meter എന്ന് പറയാം. And will it be easy to find out that like that way? You using meter scale? No, it's very difficult, isn't it? Okay, do you think it is convenient to measure such a large distance in meters? No. Okay, the thickness of a coin is about 15 by 10,000 meter or 0.0015 meter. Do you think it is convenient to measure such small quantities in meters? ഒരു കോയിൻ എടുത്തിട്ട് അതിന്റെ തിക്നെസ്, അതിന്റെ കട്ടി എത്രയുണ്ടെന്ന് അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ ഇപ്പത്തെ 1 റുപ്പീയുടെ ഒക്കെ ആണെന്നൊരിയില് വളരെ നേർത്താണ്. പണ്ടൊക്കെയുള്ള പിന്നെ നമ്മുടെ പണ്ടൊരു 5 rupees ഉണ്ടായിരുന്നു ഇച്ചിരി കട്ടിയുള്ളത്, അത് പിന്നെ ഇത്തിരി ഉണ്ട്. ഇപ്പത്തെ 1 rupee 2 rupees, ഇപ്പൊ 5 rupees സ്മോൾ വൺ ആണ് അല്ലെ? അതൊക്കെ വളരെ സ്മോൾ വൺ. അതിന്റെ നീളമല്ല ചോദിച്ചേക്കുന്നേ, തിക്നെസ്, കട്ടി. അത് അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മീറ്ററും തന്നിട്ട് അളക്കാൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ will it be possible? No, it is not possible at all, isn't it? Okay, so we need a further smaller or bigger measurements, unit of measurements. അതുകൊണ്ട് നമുക്ക് അതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഉള്ള ഈ മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റിനേക്കാൾ ബിഗർ വൺ ഓർ സ്മോളർ വൺ യൂണിറ്റ്സ് ഓൾസോ വി നീഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടേബിളിന്റെ നീളം എടുക്കാൻ നമുക്ക് ഒരു മീറ്റർ കൊണ്ട് ഇറ്റ് ഇസ് ഈസി. But if you want to take the measurement, length of the distance from our school to your house, it is not so easy, isn't it? നിങ്ങൾക്ക് ഒരു മീറ്റർ തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക്, ഇവിടുത്തെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആണോ? അല്ല, ഇറ്റ് ഇസ് ടു ഡിഫിക്കൽട്ട്, ഇറ്റ് ഇസ് സ്മോളർ. സോ അതിന് നമുക്ക് കുറെ കൂടെ വലിയതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ ചെറിയൊരു സാധനം അളക്കാൻ വേണ്ടി നമുക്കൊരു മീറ്റർ തന്നു കഴിഞ്ഞാല്, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അളക്കാൻ പറഞ്ഞ മീറ്ററും തന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ചെറുതായിട്ട് വളരെ സ്മോൾ വണ്ണ്, വളരെ ചെറുത്, ഇപ്പൊ ഇതുപോലെയുള്ള ഒരു സാധനം സ്മോൾ വണ്ണ്, ഈ സാധനം തന്നിട്ട് ഒരു മീറ്ററും തന്നിട്ട് ഇതിന്റെ ലെന്ത് അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണോ? ഇല്ല, നമ്മൾക്കൊരു ഏകദേശ അളവേ നമ്മുടെ മനസ്സിൽ കാണുകയുള്ളൂ അല്ലെ? സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറുതോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റിനേക്കാൾ വലുതോ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് വി വിൽ യൂസ്. ദാറ്റ് ഇസ് കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ ആൻഡ് ഓൾ.
ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് 125 പേജ് നമ്പർ 125 making calculations with very large or very small numbers becomes very difficult and therefore impractical. So for convenience, multiples of standard units are used to make larger measurements and fractions or sub multiples of standard units are used to make smaller measurements. ഓക്കെ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ മൾട്ടിപ്പിൾസ് എടുക്കും, ഗുണിക്കും. അതായത് ഇപ്പൊ നമുക്കറിയാം 1 കിലോമീറ്റർ, ആ 1 കിലോമീറ്റർ നമുക്കറിയാം ഇങ്ങനെ മീറ്റർ അല്ല, സോറി, ഒരു മീറ്ററിനെ നമുക്ക് കിലോമീറ്റർ ആക്കണം അല്ലെ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആണ്? ഹൗ മെനി മീറ്റേഴ്സ് ആർ ഈക്വൽ ടു 1 കിലോമീറ്റർ? 1000. ഓക്കെ, സോ വിൽ മൾട്ടിപ്ലൈ 100 into സോറി 1000. നമുക്ക് ഒരു 1000 മീറ്റർ ആണല്ലോ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 1000 into ഡാഷ് 2 or 3 or 5 or 100 or 25 or എത്ര കിലോമീറ്ററുകളാണോ നമ്മൾ അത്രയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റേഴ്സ് ആണ്. അപ്പൊ 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കിട്ടും. ഇനി fractions or submultiples are used to measure the lower measurements. മില്ലിമീറ്റർ, സെന്റിമീറ്റർ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഡിവിഷൻ ചെയ്യും. അപ്പൊ നമുക്കറിയാം 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. സോ 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും, അന്നേരം നമുക്ക് മീറ്റർ കിട്ടും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. പ്രിഫിക്സ്, അബ്രിവേഷൻസ്, അബ്രിവേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ സബ് മൾട്ടിപ്പിൾ ഓക്കെ. ഡെസിമൽ നമ്മൾ എഴുതുന്നതാണ് ഡെസിമീറ്റർ, സോറി ഡെസിമൽ അല്ല, ഡെസിമീറ്റർ. ഡി സബ് മൾട്ടിപ്പിൾ ഈസ് 10, അതായത് 10 മില്ലിമീറ്ററിനെയാണ് 10 ഡെസിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ. അപ്പൊ ആ മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയതാണ് അല്ലെ. അതിനെ ഇനിയും ചെറുതാക്കുന്നു. നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാകും, there are small organisms that we cannot see with our eyes. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ഓർഗാനിസംസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എന്നിട്ട് അതിന്റെ ചിലതിന്റെയൊക്കെ ലെന്ത് നമ്മളോട് പറയല്ല, നീളം 0.5, 0.123 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അളവ് തരാറുണ്ടല്ലേ. എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത്? ഈ ഡെസിമീറ്റർ വെച്ചിട്ട്. ഓക്കെ, then centimeter. Centi is used to written as a C. അതിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് 100 മീറ്റർ ആണ് ഒരു സെന്റിമീറ്ററിന്, അല്ല, ഒരു 100 സെന്റിമീറ്ററുകൾ ചേരുമ്പോഴാണ് 1 മീറ്റർ ആണ്. അതുകൊണ്ട് we will divide it by 100. Next, millimeter. Millimeter is a sub multiple 1000 by divided by 1. Okay. Next, കിലോയ്ക്ക് നമ്മൾ എഴുതുന്നത് K ആണ് എഴുതുന്നത്. കിലോഗ്രാം മൾട്ടിപ്പിൾ ഓഫ് 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മെഗാബൈറ്റ്സ് എന്നൊക്കെ പറയില്ലേ, മെഗാ. ഓക്കെ, അതും M ആണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഇതെല്ലാം ഇതിന് മാത്രം മെഗാ മാത്രം ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നുള്ളൂ, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. മൾട്ടിപ്പിൾ 10,000, സോറി 10,000. നെക്സ്റ്റ്, Table 11.2 specifies the commonly used multiples and submultiples of standard units of length, mass and time. നമ്മള് ഇവിടെ തന്നിരിക്കുന്ന ലെന്ത് 10 millimeter is equal to 1 centimeter, 100 centimeters are equal to 1 meter, 1000 meters are equal to 1 kilometer. Next, page number 126 take mass എന്ന് പറയുമ്പോൾ വെയിറ്റ് വേണ്ടി 1000 milligram is equal to 1 gram. And 1000 gram is equal to 1 kilogram. 100 kilogram is equal to 1 quintal. 10 quintals are equal to 1 metric ton. Next, time. 60 seconds is equal to 1 minute. 60 minutes is equal to 1 hour. 24 hours are equal to 1 day. 365 days is equal to 1 year. 10 years is equal to 1 decade. 10 decades is equal to 1 century. That is 100 years. 10 centuries are is equal to 1 millennium, that is 1000 years.
ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഞാനൊക്കെ 5-ലോ 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്സിൽ ഇങ്ങനെ പാട്ട് പാടിയായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. പിന്നെ 10 സെന്റിമീറ്റർ സമം 10 ഡെസിമീറ്റർ സമം 1 മില്ലിമീറ്റർ, 10 മില്ലിമീറ്റർ സമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് പാടി പഠിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടൈം തീരാറായി. ഈ ലെന്തിന്റെ ഈ ടേബിൾ ഒന്ന് വായിക്കാവോ? നമ്മുടെ ജീവ പ്ലീസ് റീഡ് ദാറ്റ് ടേബിള്. ലെന്തിന്റെയും മാസിന്റെയും ടൈമിന്റെയും 126 പേജിലുള്ള പ്ലീസ് റീഡ്. Length 10 millimeter is equal to 1 centimeter. 100 centimeter 1 meter. 100 meter Not 1000 100. meter 1 kilometer. Yes. Mass 1000 milligrams 1 gram. 1000 grams 1 kilogram. 100 kilograms 1 quintal. 10 quintals 1 metric ton. Time 60 seconds 1 minute. 60 minutes 1 hour. 24 hours 1 day. 365 days 1 year. 10 years 1 decade. 10 decades 1 century. 100 years. 10 centuries 1 millennium. That is 1000 years. Okay. അതുകൊണ്ട് നമ്മളിപ്പം നമ്മൾ 2020 ആണ് അല്ലേ? 2021 സോറി 2020 അല്ല 2021. അപ്പം സെഞ്ചുറിയുടെ രീതിയിൽ എത്രാമത്തെ സെഞ്ചുറി ആയിരിക്കും? ഒന്ന് കണക്കൂട്ടി വെച്ചോ. ടുഡേ ഡു യു ഹാവ് അഗൈൻ ക്ലാസ്? ഇന്ന് ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്?